പാപത്തിന്റെ വിഷം കയറിയപ്പോൾ അത് സഹിക്കാൻ ത്രാണിയില്ലാതെ യേശുവിൻ്റെ രോമകൂപങ്ങളിൽ കൂടെ രക്തം ധാരധാരയായി ഒഴുകി. 2, മെഡിക്കൽ സയൻസിന്റെ ഭാഷ, ഒരു വ്യക്തിയുടെ രോമകൂപങ്ങളിൽ കൂടെ രക്തം വരണമെങ്കിൽ ഒരു വ്യക്തിക്ക് താങ്ങുന്നതിലും അപ്പുറമുള്ള ഹൈ ഡിപ്രഷൻ ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം മുഴു ലോകത്തിൻ്റെയും പാപം ചുമക്കാൻ കടന്നു വന്ന എൻ്റെ യേശു പാപം ചുമക്കുമ്പോൾ ആ ഡിപ്രഷൻ താങ്ങവയ്യാതെ എൻ്റെ പ്രാണപ്രിയൻ്റെ രക്തധമനി തകർന്നെന്ന് ഒരു സ്വത്രം പറയാമോ? പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അരികത്ത് വന്നു. അവരോടായി പറയുകയാണ്, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മലയുടെ അടിവാരത്തിൽ നിന്ന് തീവട്ടി പന്തങ്ങളും കുന്തങ്ങളും വടികളും വാളുകളുമായി ഒരു കൂട്ടം ജനം ഇരമ്പി 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 കയറി വരുന്നു. ശ്രദ്ധിച്ചു, വ്യക്തമാണ്. ഇതാ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരാതിരുന്ന ഇസ്കരിയോത്തായ യൂദായുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജനമാണ്. ഇസ്കരിയോത്തായ യൂദ യേശുവിൻ്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരുവേ വന്ദനം. ചുംബിച്ചു വിടവാങ്ങാൻ തുടങ്ങുന്ന യൂദയുടെ കരം പിടിച്ചരികത്ത് നിർത്തി കാതിൽ ചോദിച്ചു, ചുംബനത്താലോ ഗുരുവിനെ കാട്ടിക്കൊടുക്കുന്നത്? കുനിഞ്ഞു മാറി നിൽക്കുന്ന യൂദ സന്നദ്രി സംഘത്തിൻ്റെ സേവകന്മാരുടെ മുൻപിൽ യേശു നിൽക്കുകയാണ്. ഈ വേള യേശുവിനെ പിടിക്കാൻ ആഞ്ഞു എന്ന് വ്യക്തമായപ്പോൾ ശീമോൻ പത്രോസ് കരുതിയ വാളൂരി മൽക്കോസിൻ്റെ കാതിലെ കൊറ്റ വെട്ട അറുത്ത് താഴെ കളഞ്ഞ കാത്. ആ വേള കാതും പൊത്തിപ്പിടിച്ച് കരയുന്ന മൽക്കോസ്, കരുണാനിധിയായ എൻ്റെ പ്രാണപ്രിയൻ പത്രോസിനെ ശാസിച്ചിട്ട് താഴെ കിടന്ന കാതെടുത്ത് മൽക്കോസിൻ്റെ കാതിൽ വെച്ചു കൊടുത്തിട്ട് പറയുക, വാളെടുക്കുന്നവൻ വാളാൽ. ശേഷം സന്നദ്രി സംഘ സേവകന്മാർ ശിഷ്യന്മാർക്കും നേരെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരയുന്നു. അത് ഞാൻ തന്നെ, ഇവർ പോകട്ടെ. യേശുവിനെ കടന്നു പിടിച്ചു, കൈകാലുകൾ ബന്ധിച്ചു, കൂറ്റൽ ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടി യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗതസമനയുടെ ആ നിശബ്ദതയിൽ മാറ്റലിക്കൊണ്ട ശബ്ദം, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. എൻ്റെ യേശുവിനെ പിടിച്ചതല്ല, പിടിക്കാൻ നിന്നുകൊടുത്തതാ. യേശുവിനെ അവർ കൊല്ലാൻ കൊണ്ടുപോയതല്ല, യേശു ഏൽപ്പിച്ചു കൊടുത്തതാ. ലളിതമായ ഭാഷ. യേശുവിനെ പിടിച്ചു ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരം യേശുനാഥൻ അറിയാമായിരുന്നു. ഗതസമന വരെയുള്ളൂ എൻ്റെ ഈ യാത്ര, അവിടെ എൻ്റെ യാത്ര തീരും, പിന്നീട് അവർക്ക് ഞാൻ ഏൽപ്പിക്കപ്പെടണം. അതുകൊണ്ടാണ് ഈ മാളിക മുറിക്കകത്ത് അന്ത്യ അത്താഴം എൻ്റെ പ്രാണപ്രിയൻ ഒരുക്കിയത്. ആമേൻ. തീർന്നില്ല. യേശുവിനെ പിടിക്കാൻ വേണ്ടി സന്നദ്രി സംഘ സേവകന്മാർ യോഹന്നാൻ 7-ാം അധ്യായം ആമേൻ സ്തോത്രം 37 തുടങ്ങുന്ന ജീവജല പ്രഭാഷണം അത് 42 അവസാനിക്കുമ്പോൾ യേശുവിൻ്റെ ജീവജല പ്രഭാഷണം കാണാൻ വന്ന കൂട്ടത്തിൽ സന്നദ്രി സംഘ സേവകന്മാരുണ്ട്. യേശുവിനെ പിടിക്കാൻ വന്നതാണ്. പക്ഷേ യേശുവിനെ പിടിക്കാൻ കഴിയാതെ തിരികെ ചെല്ലുമ്പോൾ സന്നദ്രി സംഘ തലവന്മാരുടെ ചോദ്യം, എന്തേ നിങ്ങൾ അവനെ പിടിച്ചില്ല? അവരുടെ ഐക്യകണ്ഠേനയുള്ള മറുപടി ഇതാണ്, അവൻ സംസാരിക്കുന്ന പോലെ ആരും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ തോന്നിയില്ല. പിടിക്കാൻ തോന്നാഞ്ഞതല്ല, കാനാവിലെ കല്യാണ വീട്ടിൽ പറഞ്ഞത്, എൻ്റെ നാഴിക വന്നിട്ടില്ല. ആമേൻ. അത്ഭുതത്തിന് മുൻപും പിൻപും എൻ്റെ കർത്താവ് പറഞ്ഞ
പ്രധാന വാക്ക് എൻ്റെ നാഴിക വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ വേള ഇവർക്ക് പിടിക്കാൻ തോന്നാഞ്ഞതല്ല, നാഴിക വന്നിട്ടില്ല. യേശുവിനെ കല്ലെറിയാൻ 3 വട്ടം ജനം കല്ലുകൈയിലെടുത്തു, എറിയാൻ പറ്റിയില്ല. കാരണം നാഴിക വന്നിട്ടില്ല. യേശുവിനെ കയ്യേറ്റം ചെയ്യുവാൻ 2 വട്ടം ജനം പിറുപിറുപ്പോടെ പാഞ്ഞെടുത്തു, നടന്നില്ല. കാരണം നാഴിക വന്നിട്ടില്ല. ദൈവാലയ അഗ്രത്തിൽ നിന്ന് തള്ളിയിടാൻ നോക്കി, നടന്നില്ല, നാഴിക വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം 3.5 കൊല്ലത്തെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ എൻ്റെ യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ പലരും പലവട്ടം പല സാഹചര്യത്തിൽ ശ്രമിച്ചിട്ടും നടന്നില്ല. എൻ്റെ യേശുവിൻ്റെ നാഴിക വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ നാഴിക വരാതെ യേശുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇന്ന് രാത്രി നിലമ്പൂരിൽ ആമേൻ ഈ ഏനാന്തിയിൽ കൂടി വന്ന ദൈവത്തിൻ്റെ പൈതല്, യേശുവിൻ്റെ നാഴിക വരാതെ നിന്നെ തൊടാൻ ഒരു അന്ധകാരത്തിനും കഴിയത്തില്ല, നിന്നെ തൊടാൻ ഒരു പൈശാചികനും കഴിയത്തില്ല. യേശുവിൻ്റെ നാഴിക വരാതെ നിന്റെ കുടുംബ ത്തിനകത്ത് ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു രോഗത്തിനോ ഒരു ശത്രുവിനോ കാലുകുത്താൻ പറ്റത്തില്ല. കാരണം യേശു അനുവദിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ യേശു അറിയാതൊന്നും നടക്കത്തില്ല? അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചൊന്ന് പറയാമോ, യേശു അറിയാതൊന്നും നടക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറയുക, അടുത്തിരിക്കുന്ന ആളൊന്ന് പറഞ്ഞു കൊടുത്തേ, എൻ്റെ യേശു അറിയാതൊന്നും നടക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? പത്രോസ് ആമേൻ സ്തോത്രം യേശുവുമായിരിക്കുമ്പോൾ ലൂക്കോസ് 22:31 ആമേൻ സ്തോത്രം യേശുവിൻ്റെ വാക്കിങ്ങനെയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്നെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചെന്ന്. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? മുക്കുവ പണിയും ചെയ്ത് പടകം വലയുമായി ഈ ഗലീല കടലിൻ്റെ തീരത്തൂടെ ഈ നെട്ടോട്ടം പായുന്ന ശീമോന്റെ പിന്നാലെ സാത്താൻ പലവട്ടം പാഞ്ഞതാ, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. എന്താ സാത്താനെ പിടിക്കാൻ പറ്റാത്തത്? ഞാൻ വിചാരിച്ചു ഇവൻ ആരുമില്ലാത്തതാണെന്ന്, പക്ഷെ തൊടാൻ ചെന്നപ്പം പിടികിട്ടി ഇവനൊരു ഉടമസ്ഥനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് ഇവിടെ ആരുമില്ലെന്ന നിന്റെ ചിന്ത. നീ ആരുമില്ലാത്ത വ്യക്തിയല്ല, ജീവൻ തന്ന് വില കൊടുത്തു വാങ്ങിയ ഒരു ഉടമസ്ഥൻ നിനക്കുണ്ട്. അതനുഭവിക്കുന്ന ദൈവമക്കൾ 2 കരം ചേർത്തടിച്ച് ഇന്ന് രാത്രി ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? യേശു അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് രാത്രി മൗനമായിരിക്കേണ്ട രാത്രിയല്ല. ഈ 4ാം രാത്രി പരാജയത്തിന്റെ രാത്രിയല്ല. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ യേശു അനുവദിക്കാതൊന്നും നടക്കുകയില്ലെന്ന്. അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി നീ പാർക്കുന്നത് ആമേൻ സ്തോത്രം 10 അടി പൊക്കമുള്ള മതിലിൻ്റെ സംരക്ഷണയുള്ള ഭവനത്തിലായിരിക്കത്തില്ല. റഡാർ നിന്നെ വീക്ഷിക്കാനില്ല, ബ്ലൈക്ക് കാറ്റ്സ് നിനക്കില്ല, ജർമ്മൻ ഷെപ്പേർഡോ അൽസേഷനോ ഡോബർമാനോ നിന്റെ ചുറ്റിലും കാണില്ല, ബ്ലൈക്ക് കാറ്റ്സ് നിനക്കില്ല, ബുള്ളറ്റ് പ്രൂഫ് വാഹനം നിനക്കില്ല, ചോർന്നൊലിക്കുന്ന പുരയായിരിക്കും, 4 സെന്റ് തികച്ചെടുക്കാൻ കാണത്തില്ല, ആരോരുമില്ലായിരിക്കും. പക്ഷേ നീ ആരോരുമില്ലാത്ത വ്യക്തിയല്ല, ഒരു ഉടമസ്ഥൻ അവസാന തുള്ളി രക്തവും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് നിന്നെ വിലയേറിയതായി കണ്ട് വില കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒറ്റപ്പെട്ടവളല്ല, ഒരു ഉടമസ്ഥൻ എനിക്കുണ്ട്. ഞാൻ ഈ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഷൊർണൂരിൽ നിന്നുള്ള യാത്രാമധ്യേ അങ്ങാടിപ്പുറം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമീപത്ത് പല മരങ്ങൾ കണ്ടു. കൂട്ടത്തിൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഈ നിലമ്പൂരിൻ്റെ അഭിമാനം തേക്ക് തന്നെയാ. സ്തോത്രം. അതെ, അങ്ങനെ നോക്കുമ്പോൾ നല്ല രസകരമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂടല് കൊണ്ട് എല്ലാം കൂടെ കപ്പ നിൽക്കുന്ന പോലെ ഓഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ നല്ല വില്ലാളികളായിട്ട് ആമൻ വെള്ളമൊഴിക്കാൻ ആരുമില്ല. ഞാൻ നോക്കി ആരെങ്കിലും വളമിട്ടോ, ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഉള്ളികളിങ്ങനെ വിടർന്നങ്ങ് നിൽക്കുക. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ആമൻ സ്തോത്രം. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതാ, അയ്യോ ആരും ഇവിടൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഒരു മനുഷ്യനുമായി ഏരിയയിലില്ല. രാത്രി എങ്ങനെ വന്നാൽ അവിടെ കിടന്നുറങ്ങിയാൽ നമ്മളെ കാര്യപ്പോക്ക പേടിച്ചിരിക്കുക. ഞാനും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ തേക്കും തടിയൊക്കെ
രാത്രിക്ക് അങ്ങനെ വന്ന് വെട്ടിക്കൊണ്ടങ്ങ് പോയാൽ അയ്യോ ആരും അറിയാരാ. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാ ഞാനത് കണ്ടു. മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് 27 എന്നൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. മഞ്ഞ പെയിന്റ് അടിച്ച് തൊലി മാന്തി മഞ്ഞ പെയിന്റ് പഠിച്ച് 27, അപ്പുറത്ത് 28. ഞാൻ കണ്ടപ്പോൾ ശരിയാ, നമ്പർ ഇട്ട് പോയിരിക്കുക. എനിക്ക് പിടി കിട്ടി. അല്ലയോ മരം വെട്ടുകാരനെ ചായ, എത്രയോ മരം അങ്ങ് വെട്ടിയിട്ടുണ്ട്, ഇതെന്താ കയറിയൊന്ന് വെട്ടാത്തത്? ഇതിനാണ് വളമിടാൻ ആരുമില്ല, വേലി കെട്ടാൻ ആരുമില്ല, വെള്ളം ഒഴിച്ച് വളർത്തിയത് തടച്ചും വളരാതെ ഉണങ്ങിക്കുത്തി നിൽക്കുമ്പം വെള്ളമൊഴിക്കാൻ ആരുമില്ല, വളമിടാൻ ആരുമില്ല, അവൻ മാന്തി നല്ല സംരക്ഷണം കൊടുക്കാൻ ആരുമില്ല. എന്നാൽ ഈ വളർന്നു നിൽക്കുന്ന വെട്ടിക്കൊണ്ടു പോകാനും ആരുമില്ല. എന്താ അച്ചായ കയറി വെട്ടാത്തത്? അച്ചായൻ പറയും വെട്ടിയ പണി കിട്ടുമെന്ന്. അതിൻ്റെ കാര്യമേ, വെട്ടിക്കഴിഞ്ഞാൽ ഇത് വിൽക്കാൻ ചെല്ലുന്നിടത്ത് കാണാം ഈ തൊലി മാന്തിയിട്ടേ മഞ്ഞ പെയിന്റിനകത്ത് കറുത്ത ലെറ്ററിൽ എഴുതിയിരിക്കുക 28. കാര്യം നമുക്കറിയില്ലെങ്കിലും വെട്ടാൻ വരുന്നവനറിയാം ഇത് ഇട്ടവനുണ്ടെന്ന്. അത് ഈ നിലമ്പൂരിൻ്റെ സ്വന്തമല്ല, ഗവൺമെന്റ് ഇട്ട മുദ്രയാ. ആ മുദ്ര ഉള്ളത് കൊണ്ട് ഇവിടുള്ള വിറക് വെട്ടുകാരൻ കയറി വെട്ടുകയില്ലെന്ന്. അതിന്റെ അർത്ഥം നിന്റെ മേൽ ഒരു മുദ്ര വീണിട്ടുണ്ട്. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വീണ ദൈവമൈതലേ, ഈ രാത്രി നീ നിർവികാര ജീവിയെ പോലെ ഇവിടെ ഇരിക്കേണ്ട രാത്രിയല്ല. സന്തോഷത്തോടെ അവനെ ആരാധിക്കാൻ തുടങ്ങ്. നിന്റെ മേൽ വീണ മുദ്ര ഈ ലോകത്തിന്റെ അല്ല, സ്വർഗം നിന്നെ മുദ്ര ചെയ്തിട്ടുണ്ട്. ഒരു പിശാചിനോ ഒരു മന്ത്രവാദിക്കോ ഒരു ആഭിചാരകനോ നിന്നെ തൊടാൻ പറ്റുകയില്ല. ശക്തിയോട് അഭിഷേകം പ്രാപിച്ചവർ ശക്തിയോട് ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങളെ ചേർത്തടിച്ച് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ 4-ാം രാത്രി ചിലതിൻ്റെ അകത്ത് ഒരു വലിയ കത്തൽ ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി നീ ആരുമില്ലാത്തതല്ല, ഒറ്റപ്പെട്ടവളല്ല, ഒറ്റയ്ക്കല്ല അഭിഷിക്തനെ. നിനക്ക് കൂടെ ജീവൻ തന്നവൻ ഈ പട്ടണത്തിലുണ്ട്. മൂപ്പന്മാര് നിന്റെ കൂടെ വേണ്ട, കമ്മിറ്റി നിന്റെ കൂടെ വേണ്ട, വിശ്വാസി വേണ്ട, നിന്നെ ആരൊക്കെ തള്ളട്ടെ, തള്ളാതെ വലങ്കരം പിടിച്ചവൻ ഇന്ന് രാത്രി നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ ഈ നിലമ്പൂര് കൊണ്ടുവന്നെങ്കിൽ അത് തികക്കാതെ ഒരുവനും നിന്നെ തൊടാൻ പറ്റുകയില്ല. ആമേൻ. ഒരു ഉടമസ്ഥനുണ്ടെന്ന്. ആമേൻ. നാഴിക വന്നിട്ടില്ല. രാത്രി കർത്താവിന് നിന്നോട് പറയാനുള്ളത്, നീ കടഭാരത്തിലല്ല, ഒറ്റപ്പെടലല്ല, അപകടത്തിലല്ല, മരണത്തിൻ്റെ മടയിലല്ല, എൻ്റെ വിരിച്ചു വെച്ച കരത്തില. അതുകൊണ്ട് 2-ാം സങ്കീർത്തനത്തിൽ മനോഹരമായൊരു വാക്യം 3-ാം വാക്യം പിന്നിടുമ്പോൾ ഉണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എൻ്റെ ദൈവം ചിരിക്കുന്നെന്ന്. നിങ്ങളൊന്ന് ചിരിച്ചോ, കുഴപ്പമില്ല. എൻ്റെ ദൈവം ചിരിക്കുക. എന്ത് കണ്ടിട്ടാ ചിരിച്ചത്? സ്വർഗത്തിലെ ദൈവം ചിരിക്കുക. ഞാൻ ചോദിച്ച അപ്പച്ച എന്തിനാ അവിടെ ചിരി? ആ മോനെ, ചിരിയുടെ കാര്യം 1, 2, 3 എഴുതിയിട്ടുണ്ട്. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി അധിപതികളും രാജാക്കന്മാരും ഒന്നിച്ചെഴുന്നേറ്റ് ഗൂഢാലോചനയും ദുരാലോചനയും കഴിക്കുമ്പോൾ മേളി ചിരിയാണെന്ന്. അതിൻ്റെ അർത്ഥം നിനക്കെതിരെയുള്ള ഗൂഢാലോചന ഫലിക്കുകയില്ല. നിന്റെ തകർച്ചയ്ക്കെതിരെ ഒരുക്കുന്ന ഒരു പദ്ധതി നടക്കുകയില്ലെന്ന്. ഇന്ന് രാത്രി യോസഫേ, നീ വീണത് പൊട്ടക്കുഴിയിലല്ല, എൻ്റെ കരത്തിലാണ്. പൊട്ടക്കുഴിക്കും യോസഫിനും ഇടയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്കും നിന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. എൻ്റെ കർത്താവ് അറിയാതൊന്നും നടക്കുകയില്ല. സ്തോത്രം. 3 തിരുവചനം എഴുതി വെച്ച പദം, ഞാൻ നിന്റെ തലയിലെ തലമുടി എണ്ണി വെച്ചിരിക്കുന്നു, ഞാനറിയാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴത്തില്ല. ഞാനും 2 മക്കളുടെ അപ്പനാണ്. എൻ്റെ 2 ആൺമക്കളുടെ മുടിയുടെ എണ്ണം എനിക്കറിയില്ല. എനിക്കും മാതാപിതാക്കളുണ്ട്. എൻ്റെ മുടിയുടെ എണ്ണം അവർക്കും അറിയില്ല. വേണ്ട, എൻ്റെ മുടിയുടെ എണ്ണം പോലും എനിക്കറിയത്തില്ല. സ്വന്തം മുടിയുടെ എണ്ണം അറിയാവുന്നവരൊന്ന് കൈപൊക്കാമോ? കഷണ്ടിയുള്ളവരുടെ കാര്യമല്ല, അല്ലാത്തവരുടെ കാര്യമാണ്. സ്വന്തം മുടിയുടെ എണ്ണം പോലും തികച്ചറിയാൻ നിങ്ങൾക്കറിയില്ല. വേണ്ട, ഇന്ന് ഈ മീറ്റിങ്ങിന് വരും മുൻപ് അലമാരിയുടെ മുൻപിൽ നിന്ന് ചീകിയപ്പോഴേ എത്ര എണ്ണം പൊഴിഞ്ഞെന്നെങ്കിലും അറിയാമോ? അതും അറിയില്ല. പക്ഷെ എനിക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്.
അവൻ എന്നോട് പറയുക, ഞാൻ നിന്റെ തലയിലെ തലമുടി എണ്ണി വെച്ചിട്ടുണ്ട്, ഞാൻ അറിയാതൊന്നുപോലും താഴെ വീഴത്തില്ലെന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ മുടി ഞാൻ ചെയ്യുമ്പോൾ സ്വർഗം പറയണം അത് വീഴണം എന്ന് പറയാതെ അത് വീഴുകയല്ല. ഇത്ര എന്നെ ആഴമായിട്ട് അറിയുന്നത് ആരും ഈ ലോകത്തിലില്ല. പിതാവേ, നിന്റെ തലമുറയ്ക്കല്ല നിന്നെ അറിയാവുന്നത്, ദൈവത്തിനാണ് നിന്നെ അറിയാവുന്നത്. സഹോദരി, നിന്നെ ആഴമായിട്ട് അറിയുന്ന നിന്റെ ഭർത്താവിനല്ല, കുഞ്ഞെ നിന്റെ കാമുകനല്ല. അല്ലയോ സഹോദര, നിന്റെ കാമുകയ്ക്കല്ല നിന്നെ അറിയാവുന്നത്, ഭാര്യയ്ക്കോ ഭർത്താവിനുമല്ല, മാതാപിതാക്കൾക്കല്ല. യേശു നിന്നെ നന്നായി അറിഞ്ഞിട്ടുണ്ട്. ലോകം നിന്നെ അറിഞ്ഞാൽ അകലാൻ തുടങ്ങും. അടുത്തറിഞ്ഞു വരുമ്പോൾ പറയും, ഇപ്പോഴാ ഞാൻ അവനെ അറിഞ്ഞത്, അതുകൊണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി അകന്ന, എനിക്കവളെ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങ് സ്നേഹിച്ചത്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ അറിയും തോറും അകലും, പക്ഷെ ദൈവം അറിയും തോറും അടുക്കും. 139 സങ്കീർത്തനം പറയുന്ന പദം കേൾക്കണ്ടേ? യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു, എൻ്റെ ചിന്തകൾ നീ അറിയുന്നു, നിരൂപണം നീ അറിയുന്നു, വാക്ക് ഞാൻ പറയും മുമ്പേ നീ അറിയുന്നു. അറിഞ്ഞിട്ട് നീ എന്നെ അകന്നിട്ടില്ല. പാതാളത്തെ ഞാൻ കിടക്ക വിരിച്ചാൽ അവിടെയും നീ എന്നെ തേടി വരും. ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നീ എന്നോടുകൂടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ കർത്താവുമായി ആഴമായ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചാൽ നിന്റെ ജീവിതം മാറും. ആമേൻ. യേശു പറയുന്നു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. കൊണ്ടുപോകയാ. എവിടേക്കാണെന്നറിയാമോ? ഹന്നാവിൻ്റെ അരമനയിലേക്ക്. 600 പടയാളികൾ ചുറ്റും നിന്നും മർദ്ദിച്ചു. ഇടിയും തൊഴിയും കൊണ്ടവിടെ വീണു. ശേഷം അർദ്ധരാത്രിയോട് അടുക്കുമ്പോൾ കയ്യഫാവ് എന്ന മഹാപുരോഹിതന്റെ അരികിലേക്ക് 600 പേരുടെ അടിയും ഇടിയും കൊണ്ടിട്ട് കൊണ്ടുപോകയാ. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ മഹാപുരോഹിതൻ അരികത്ത് വന്ന് ചോദിച്ചു, നീ ക്രിസ്തു ആണെങ്കിൽ എന്നോട് പറ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയും ഇല്ല. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് മനുഷ്യപുത്രൻ മഹിമയിൽ തേജസ്സോടെ വെളിപ്പെടുന്നത് നിങ്ങൾ കാണും. മഹാപുരോഹിതൻ വസ്ത്രം കീറി കാർക്കിച്ചു തുപ്പി, കന്നത്തെ കാഞ്ഞടിച്ചു. ശേഷം ക്രൂശിക്കാൻ വേണ്ടി കള്ള തെളിവുകൾ രൂപപ്പെടുത്തുക. നീതിരഹിതമായ വിസ്താരം. അർദ്ധരാത്രി സന്നിധി സംഘം കൂടരുതെന്നാണ് പ്രമാണം. നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അർദ്ധരാത്രിയിലെ വിസ്താരം. അതിൻ്റെ അർത്ഥം ഈ വിസ്താരത്തിന് മുൻപേ ശിക്ഷ അകത്ത് പ്ലാൻ ചെയ്തിരിക്കുക. ക്രൂശിക്കാൻ വേണ്ടി വിസ്തരിച്ചിട്ട് ശിക്ഷ അവർ തയ്യാറാക്കിയതല്ല, ശിക്ഷയ്ക്ക് വേണ്ടി വിസ്തരിക്കുക. നീതിരഹിതമല്ലേ അത്? ശേഷം പുലർച്ചെ 4 മണിയോടടുത്തു. 73 അംഗങ്ങൾ ഉൾപ്പെടുന്ന സന്നിധി സംഘം കൂടി വന്നു. നടുവിലതാ ഒരു കുഞ്ഞാടിനെ പോലെ എൻ്റെ പ്രാണപ്രിയൻ. വിസ്താരം വീണ്ടും തുടരുകയാ. ക്രൂശിക്കാൻ വേണ്ടി അവർ ഒരുക്കം തുടങ്ങി. ഇതിനു വേണ്ടി അടുത്ത വിസ്താരം സിവിൽ കോടതിയില്ല. അതിനു വേണ്ടി കൊണ്ടുപോകുന്ന ഇടം സ്ഥലം പീലാത്തോസിന്റെ അരമന. പീലാത്തോസ് എന്ന നാടുവാഴി യേശുവിനെ കണ്ട മാത്രയിൽ കൂടി വന്ന ജനത്തോടായി ചോദിച്ച ചോദ്യമാണ്, ഇവൻ ചെയ്ത കുറ്റം എന്ത്? ഇന്ന് രാത്രിയിലും യേശു വേണ്ട, യേശുവിൻ്റെ മാർഗം വേണ്ട, സുവിശേഷം വേണ്ട, ഉപവാസം വേണ്ട, പ്രാർത്ഥന വേണ്ട, ഇങ്ങനെ സുവിശേഷത്തിനെതിരെ ചലിക്കുന്നവരുണ്ട്. ഒറീസയുടെ മണ്ണിൽ ക്രിസ്ത്യാനിയെ പേപ്പട്ടിയെ പോലെ തല്ലിയോടിച്ചു. കൈകാലുകൾ വെട്ടിക്കളഞ്ഞു, തല വെട്ടിക്കളഞ്ഞു, കാൽ 2 വെട്ടിക്കളഞ്ഞു, ഉടൽ മാത്രം ശേഷിച്ചു. ആ ഉടൽ കത്തികൊണ്ട് വരഞ്ഞ് കീറിയിട്ട് ശരീരഭാഗങ്ങൾ പൊള്ളിച്ച് ഇതാ അർത്ഥപ്രാണനായിട്ട് പോലും വിടാതെ അത് കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുമ്പോൾ ചോദ്യം, എന്താ ഇവർ ചെയ്ത തെറ്റ്? വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂർത്ത കഠാര കൊണ്ട് കഴുത്തിൽ കുത്തിയിറക്കി
പിടഞ്ഞു മരിച്ചു. ചോദ്യം, എന്താ ഇവർ ചെയ്ത തെറ്റ്? ഇന്ന് രാത്രിയിൽ നിലമ്പൂരിനോട് ചോദിക്കുക, ഇവൻ ചെയ്ത കുറ്റം എന്താ? ഇവർ ചെയ്ത കുറ്റം എന്താ? കുരുടന് കാഴ്ച കൊടുത്തതോ, അതോ ചെകിടിന് കേൾവി കൊടുത്തതോ? മരിച്ച മകന്റെ ശവമഞ്ചം നോക്കി നിലവിളിച്ച മൈനിലെ വിധവയ്ക്ക് മകനെ ഉയർപ്പിച്ചു കൊടുത്തോ, പ്രത്യാശ കൊടുത്തതോ? അതോ ആശ്രയമറ്റ സഹോദരിമാർക്ക് അലമുറയിട്ട് കരയാൻ പോലും ത്രാണിയില്ലാതിരിക്കുമ്പോൾ 4-ാം ദിനം മരിച്ച നാറ്റം വച്ചവനെ ഉയർപ്പിച്ചു കൊടുത്തതോ? അതോ കല്ലേറുകൊണ്ട് പിടഞ്ഞു മരിക്കേണ്ടവളെ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ഇനി പാപം ചെയ്യരുത് എന്ന് ഇവളോട് പറഞ്ഞതോ? എന്താ തെറ്റ്? ഉത്തരം പറയാൻ ആരുമില്ല. എന്നാൽ ജനം പറഞ്ഞു ദൈവദൂഷണം. വിസ്തരിച്ച പീലാത്തോസ് സാക്ഷ്യപ്പെടുത്തി കുറ്റമില്ല, അങ്ങ് വിടുകയില്ല. ഇന്ന് രാത്രി ഇനി വന്നേ, അല്ല സാറല്ലേ പറഞ്ഞത് കുറ്റം ഇല്ലെന്ന്? റോമൻ നിയമം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ? പിന്നെ സാർ ഈ കുറ്റമില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇവന്മാരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചത്? അല്ല, അത് പിന്നെ പീലാത്തോസ് ഒന്ന് തലചൊറിയും. പക്ഷെ ഉത്തരം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്കിഷ്ടം തോന്നി. എനിക്കും നിനക്കും വേണ്ടി തകർത്ത് കളവാൻ ദൈവം ആഗ്രഹിച്ചെന്ന് യേശുവിനെ പീലാത്തോസ് അയക്കുന്ന ഇടം ഹെരോദാവിൻ്റെ അരികിലേക്കാ. ഹെരോദാവ്, ആമേൻ സ്തോത്രം, യേശുവിനെ കണ്ട മാത്രയിൽ ധൂമ്രവസ്ത്രം അണിയിച്ചു. ശേഷം പറയുക, നീ യഹൂദന്മാരുടെ രാജാവായല്ലേ, അത്ഭുതം വല്ലോ ഒന്ന് കാണിക്കുക. ഞാൻ ആകുന്നു. ഇനിയിപ്പോൾ ഇവരെ ഞാൻ വിസ്തരിക്കുന്നില്ല, പീലാത്തോസ് തന്നെ വിസ്തരിക്കട്ടെ. പീലാത്തോസിൻ്റെ അരികിലേക്ക് തിരികെ അയക്കുമ്പോൾ മരവിച്ച യഹൂദ മനസ്സാക്ഷി, മരവിച്ച യഹൂദ മനസ്സാക്ഷിക്ക് മുൻപിൽ മനുഷ്യത്വപരമായ ദയ പ്രതീക്ഷിച്ച് യേശുവിനെ അടിപ്പിച്ച് വിട്ടയക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. സ്ഥലത്തിൻ്റെ പേരാണ് ഗബദ, കൽത്തളം. ഈ കൽത്തളത്തിൽ കുറ്റവാളിയെ ശിക്ഷയ്ക്ക് കൊണ്ടുവരും. ഈ ഗബദയുടെ രൂപം 12 കൽപ്പടവുകൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഒരു വലിയ കൽക്കുറ്റിയുണ്ട്. ആ കൽക്കുറ്റിയിൽ കുറ്റവാളിയെ കൊണ്ട് ബന്ധിക്കും. കൈകൾ രണ്ടും പിന്നിലേക്ക് ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ട് താഴേക്ക് വലിച്ചു കെട്ടും. നടുവിലുള്ള കൽക്കുറ്റിയിൽ കുനിഞ്ഞു നിൽക്കും. ശേഷം ചമ്മട്ടി കൊണ്ടടിക്കും. പേര് ചമ്മട്ടി എന്നാണെങ്കിലും ചരിത്രം സാക്ഷിക്കുന്നതിൻ്റെ രൂപം കുതിരയുടെ തുകൽ പിരിച്ചുണ്ടാക്കിയ ചമ്മട്ടി. 3 തുകൽ വാറുകളുള്ള ചമ്മട്ടി. 1-ാം തുകൽ വാറിൽ ചൂണ്ട പോലെ 16 മുൾക്കൊളുത്തുകളുണ്ട്. 2-ാം തുകൽ വാറിൽ ഈയക്കട്ടികൾ അടിച്ച് മുനയാക്കിയിട്ടുണ്ട്. 3-ാം തുകൽ വാറിൽ എല്ലിൻ്റെ കഷണങ്ങളുണ്ട്. ഈ ചമ്മട്ടി അടിയെക്കുറിച്ച് ചരിത്രം സാക്ഷിക്കുന്ന വാക്ക് അർത്ഥമരണം. ഒരുവൻ്റെ തൊലി ഉരിച്ച് മാംസം പറിച്ചെടുക്കുന്ന ഭീകരമായ ശിക്ഷ. ഈ അടിയേൽക്കുമ്പോൾ അടിക്കപ്പെടുന്നവർ ക്ഷീണിച്ച് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തടിക്കും. ആ വേള അടി കൊള്ളുന്നവൻ്റെ നിലവിളി വിദൂരങ്ങളിൽ കേൾക്കാം. അപ്പോൾ ചോദിക്കും, ആരെ അടിക്കുന്നത്? ഇന്നാളയാ, ഇന്നതാ ശിക്ഷ എന്ന് പറയും. പക്ഷേ എൻ്റെ യേശുവിനെ കൊണ്ടുവന്നു അർദ്ധനഗ്നനാക്കി കൈകൾ പിന്നിലേക്ക് ചേർത്ത് ബന്ധിച്ച് കുനിഞ്ഞ് ഇരിക്കുന്ന എൻ്റെ യേശുവിൻ്റെ മുതുകിലെ ലാക്കാക്കി അടിക്കാൻ 2 പടയാളികൾ. അവരുടെ നടുവിൽ പിത്തള പാത്രത്തിൻ്റെ അകത്ത് നിറച്ച വെള്ളത്തിലേക്ക് ഈ ചമ്മട്ടി ആഴ്ത്തി കുതിരച്ചമ്മട്ടി വെള്ളം കുടിച്ച് കുതിർന്നു നിൽക്കുമ്പോൾ പടയാളി എടുത്ത് ചുഴറ്റുക. ആഞ്ഞ് ചുഴറ്റി കുനിഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ മുതുകിലേക്ക് ആഞ്ഞടിച്ചു. അടിച്ച മാത്ര മുൾക്കൊളുത്ത് മാംസത്തിൻ്റെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങി. ഈയക്കട്ടി ആ മാംസത്തിൽ തറച്ചു നിൽക്കുന്നു. എല്ലിൻ്റെ കഷണം മാംസത്തെ ചിതറിച്ചു. പറ്റിപ്പിടിച്ച ആ ചമ്മട്ടി തിരികെ വരാത്തത് കൊണ്ട് ആ പടയാളി